നമസ്കാരം, ഞാൻ ഡേസൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വിലയെ പറയുന്ന പേരാണ് NAV, നെറ്റ് അസറ്റ് വാല്യൂ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പം 1,20,000 രൂപയുണ്ട്. ഈ പണം ഉപയോഗിച്ച് ഞാൻ സ്വർണം മേടിക്കാൻ വേണ്ടി പോവുക. ഇപ്പോൾ സ്വർണത്തിന് 1 ഗ്രാമിൻ്റെ വില 12,000 രൂപയാണെന്ന് വിചാരിക്കുക. എനിക്ക് 10 ഗ്രാം സ്വർണം മേടിക്കാൻ വേണ്ടി സാധിക്കും. ഞാനങ്ങനെ 10 ഗ്രാം സ്വർണം മേടിച്ചു, അല്ലെങ്കിൽ 10 യൂണിറ്റ് സ്വർണം മേടിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റും. ഒരു യൂണിറ്റിൻ്റെ വിലയാണ് ഈ 12,000 രൂപ. അപ്പോൾ 1,20,000 രൂപ മുടക്കി സ്വർണം മേടിച്ചു എന്നതിനെ നമുക്ക് വേറെ രീതിയിൽ പറയാം. എന്താ അത്? 1,20,000 രൂപ സ്വർണത്തിൽ നിക്ഷേപിച്ചു, 12,000 രൂപ ഒരു യൂണിറ്റിന് എന്ന നിലയിൽ. ഇതേപോലെ തന്നെയാണ് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോഴും. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ പണം നിക്ഷേപിക്കുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റുകൾ മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ യൂണിറ്റിന് എന്തുണ്ട്? ഒരു വിലയുണ്ട്. ആ വിലയെ പറയുന്ന പേരാണ് NAV. നമ്മൾ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. ചില മ്യൂച്വൽ ഫണ്ടുകളുടെ NAV വളരെ ഉയർന്നതാണ്, 1000-നൊക്കെ മുകളിലാണ്. ചില മ്യൂച്വൽ ഫണ്ടുകളുടെ NAV ഒരു ഇടത്തരം 100-കളിലൊക്കെയാണ്. ചില മ്യൂച്വൽ ഫണ്ടുകളുടെ NAV ആണെങ്കിൽ വളരെ താഴെയാണ്. 10 രൂപ NAV ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഏതൊരു മ്യൂച്വൽ ഫണ്ടും ആദ്യം മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ NFOൻ്റെ സമയത്ത് അതിൻ്റെ NAV 10 രൂപയായിരിക്കും. ചില ആൾക്കാർ പറയും കേട്ടോ, NAV കൂടിയ ഫണ്ടിൽ നിക്ഷേപിക്കാൻ വേണ്ടി പാടില്ല, കുറച്ച് യൂണിറ്റ് അല്ലേ കിട്ടുള്ളൂ. ചില ആൾക്കാർ പറയും NAV കുറഞ്ഞ ഫണ്ടിൽ നിക്ഷേപിക്കരുത്, അത് മോശം ഫണ്ടായതുകൊണ്ടാണ് അതിൻ്റെ NAV കുറഞ്ഞിരിക്കുന്നതെന്ന്. ശരിക്കും എന്താണ് ഇതിനകത്തെയൊക്കെ ഒരു ലോജിക്ക് നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരു ചെറിയ എക്സാമ്പിൾ കാണാം കേട്ടോ. 3 ഫണ്ടുകൾ, 3ഉം ലാർജ് ക്യാപ്പ് ഫണ്ടുകളാണ്. എല്ലാം സാങ്കല്പികമാണ്. AB ലാർജ് ക്യാപ്പ് ഫണ്ട്, അതിൻ്റെ ഇപ്പോഴത്തെ NAV എന്ന് പറയുന്നത് 1000 രൂപയാണ്. അടുത്തത് PQ ലാർജ് ക്യാപ്പ് ഫണ്ട്, അതിൻ്റെ NAV എന്ന് പറയുന്നത് ഇപ്പം 100 രൂപയാണ്. ഇനി XY ലാർജ് ക്യാപ്പ് ഫണ്ട്, അതിൻ്റെ NAV 10 രൂപയാണ് കേട്ടോ. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. ആദ്യത്തെ AB ലാർജ് ക്യാപ്പ് ഫണ്ടിൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 യൂണിറ്റ് ആണ് നമുക്ക് ലഭിക്കുക. ഇനി രണ്ടാമത്തെ PQ ലാർജ് ക്യാപ്പ് ഫണ്ടിൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ 1000 യൂണിറ്റുകൾ നമുക്ക് ലഭിക്കും. ഇനി അവസാനത്തെ XY ലാർജ് ക്യാപ്പ് ഫണ്ടിൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 യൂണിറ്റുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ചില ആൾക്കാർ ഒന്നാമത്തെ എന്താണ് AB ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. എന്താ കാരണം? 1,00,000 മുടക്കവും വേണം, എന്തേ കിട്ടുകയുള്ളൂ? 100 യൂണിറ്റ് ആകെപ്പാടെ കിട്ടുകയുള്ളൂ. അത് വളരെ കുറവാണെന്നാണ് അവർ പറയുന്നത്. NAV കുറഞ്ഞ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലേ കൂടുതൽ യൂണിറ്റ് കിട്ടുകയുള്ളൂ, കൂടുതൽ യൂണിറ്റ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ എന്ന് ഒരു വിഭാഗം. ഇനി ചിലർ പറയും എന്താണ്, ആ 10 രൂപയുടെ ഫണ്ട് ഉണ്ടല്ലോ, ഏത് XY, അത് വളരെ മോശം ഫണ്ടാണ്, അതുകൊണ്ടാണ് അതിൻ്റെ വില 10 രൂപയായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ PQ, അതും വലിയ മെച്ചമൊന്നുമില്ല, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു NAV 100 രൂപയായിട്ട് നിൽക്കുന്നത്. NAV കൂടിയ ഒന്നാമത്തെ ഫണ്ടാണ് മികച്ചതെന്ന് ചിലർ പറയും. ഞാൻ ഈ 3 ഫണ്ടിലും 1,00,000 രൂപ വീതം നിക്ഷേപിച്ചു. 3 ഫണ്ടിൻ്റെയും NAV കുറച്ച് കഴിഞ്ഞപ്പം 10% കൂടി. ഇപ്പോൾ ഒന്നാമത്തെ ഫണ്ട് 1000 രൂപ NAV ഉള്ള ഫണ്ടിൻ്റെ 10% കൂടി. ഇപ്പം NAV എത്രയായി? 1,100 ആയി. രണ്ടാമത്തെ ഫണ്ട് PQ, അതിൻ്റെ NAV 10% കൂടിയപ്പം അതിൻ്റെ NAV ഇപ്പോൾ എത്രയായിട്ടുണ്ട്? 110 ആയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ XY 10 രൂപയായിരുന്നു അതിൻ്റെ NAV അല്ലേ, അത് 10% കൂടിയപ്പം ഇപ്പോൾ എത്രയായിട്ടുണ്ട്? 11 ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കൂട്ടി നോക്കിക്കേ. അപ്പോൾ നമ്മുടെ 3 ഫണ്ടിലെയും ഇൻവെസ്റ്റ്മെൻറ്റ് 10% വെച്ച് കൂടി. അത് എത്രയായിട്ടുണ്ട്? 1,10,000 രൂപയായി വളർന്നു. 3 കേസിൽ നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയത്? 10,000 ആണ് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ഒന്നാമത്തെ ഫണ്ടിൻ്റെ കേസിൽ 100 രൂപ കൂടി NAVയിൽ, മൂന്നാമത്തെ ഫണ്ടിൻ്റെ കേസിൽ 1 രൂപയെ കൂടിയുള്ളൂ എന്ന് വിചാരിച്ച്, അപ്പോൾ കൂടിയ എമൗണ്ട് അല്ല നോക്കേണ്ടത്, മറിച്ച് എന്താണ്? എത്ര പെർസെൻറ്റേജ് കൂടി എന്നുള്ളതാണ്. നമുക്കിവിടെ ഉണ്ടായ നേട്ടം 3ഇടത്തും സെയിം ആണ്, അത് 10,000 രൂപയാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഫണ്ട് മികച്ചതാണോ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ NAV അതൊരു വലിയ കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പം 3 ഫണ്ട് ഏതൊക്കെയാ? AB, PQ, XY. ഇത് 3ൻ്റെയും NAV മാത്രം നോക്കിക്കൊണ്ട് അതിലേതാണ് മികച്ചത് എന്ന് പറയാൻ സാധ്യമല്ല. NAV ഇവിടെ ഒരു മാനദണ്ഡം അല്ല എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് മിക്ക ഫണ്ടുകളുടെ NAV ഇങ്ങനെ മാറ്റം വന്നിരിക്കുന്നത്? ഇതിൽ ഒന്നാമത്തെ ഫണ്ടായിട്ടുള്ള AB ഉണ്ടല്ലോ,
AB 1997 ലോഞ്ച് ചെയ്ത ഫണ്ടാണ്. അന്ന് എത്ര രൂപയ്ക്ക് ഇറങ്ങിയത്? 10 രൂപയ്ക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ്. ഇത്രയും വർഷങ്ങൾ കൊണ്ടാണ് അതിൻ്റെ വാല്യൂ 1000ലേക്ക് എത്തിയത്. ഇനി രണ്ടാമത്തെ ഫണ്ടായിട്ടുള്ള PQ, അത് 2013 മാർക്കറ്റിലേക്ക് ഇറങ്ങിയ ഫണ്ടാണ്. അന്ന് അത് 10 രൂപയ്ക്ക് ഇറക്കിയത്. ഇത്രയും വർഷങ്ങൾ കൊണ്ടാണ് അതിൻ്റെ വില 100 രൂപയിലേക്ക് എത്തിയത്. ഇനി മൂന്നാമത്തെ ഫണ്ടായ XY, അതിപ്പോൾ ഇറക്കിയതേ ഉള്ളൂ. അതിപ്പോൾ NFO സ്റ്റേജിലാണ് ഉള്ളത്. ഇപ്പം ജസ്റ്റ് അങ്ങ് മാർക്കറ്റിലേക്ക് ഇറക്കി. അതുകൊണ്ടാണ് അതിൻ്റെ വില എത്രയാണ് നിൽക്കുന്നത്? 10 രൂപയിൽ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും NFOയുടെ സമയത്ത് ഒരു ഫണ്ട് 10 രൂപയ്ക്ക് യൂണിറ്റുകൾ ലഭിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അത് മികച്ചതാകണമെന്നില്ല. അതൊരു വലിയ സംഭവമല്ല. അങ്ങനെയൊക്കെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. എന്താണ്, NFO ആണ്, 10 രൂപയ്ക്ക് യൂണിറ്റുകൾ കിട്ടുന്നു, വലിയ സംഭവം എന്ന് കാണിക്കുന്നുണ്ട് പലപ്പോഴും. അതിൽ ഒരു വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ NAV വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ, നമ്മൾ കാണുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫണ്ടിൻ്റെ ഏജ് ആണ്. ഏജ് കൂടിയ ഫണ്ടിൻ്റെ NAV കൂടിയതായിരിക്കും. ഏജ് കൂടുന്തോറും NAV കൂടി വരും. പുതിയ ഫണ്ടുകളുടെ NAV താരതമ്യേന എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ NAV എന്ന് പറയുന്ന സംഗതിയെ മൈൻഡ് ചെയ്യുകയേ വേണ്ട എന്ന് നമ്മളിവിടെ പറയുന്നില്ല. NAVയെ മൈൻഡ് ചെയ്യണം. NAV എത്രയാണെന്നുള്ളതല്ല, NAVയുടെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയുണ്ട്. അത് സ്ലോയിലാണ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ സംഗതി ഫണ്ടിൻ്റെ പെർഫോമൻസ് മോശമാണെന്ന് നമ്മൾ പറയും. നമ്മൾ പറയാറില്ലേ, ഇന്ന ഫണ്ടിന് ഇത്ര ശതമാനം മാത്രമേ വളർച്ച ഉണ്ടായിട്ടുള്ളൂ കഴിഞ്ഞ 3 കൊല്ലത്തിനിടയ്ക്ക്, അതേ കാറ്റഗറിയിലുള്ള മറ്റ് ഫണ്ടുകൾക്കൊക്കെ ഇത്രയൊക്കെ % ഉണ്ടായതാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പം ആ മോശം നമ്മൾ പറഞ്ഞ ഫണ്ടിൻ്റെ NAVയുടെ ഗ്രോത്ത് റേറ്റ് വളരെ സ്ലോ ആണ്. അപ്പോൾ NAV എത്രയാണ് എന്നുള്ളതല്ല, NAVയുടെ ഗ്രോത്ത് റേറ്റ് എങ്ങനെ പോകുന്നു, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കൺഫ്യൂഷൻ ആകരുത്. ഒരു ഫണ്ടിൻ്റെ NAV വളരെ കൂടുതലാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് കൂടുതലാണ് എന്നോ, ഒരു ഫണ്ടിൻ്റെ NAV ഇപ്പോൾ കുറവാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് വളരെ സ്ലോ ആണ് എന്നോ അർത്ഥമില്ല എന്നതാണ് സത്യം. നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് യോജിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളിലാണ്. മികച്ച ഫണ്ടുകളിൽ എന്ന് പറയുന്നത് തന്നെയാണ് ശരി. അപ്പോൾ ഈ മികച്ച ഫണ്ട് അത് കണ്ടെത്തുന്നതിന് മറ്റൊരുപാട് ഫാക്ടേഴ്സ് നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതേപ്പറ്റിയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ NAV കൂടിയ ഫണ്ട്, NAV കുറഞ്ഞ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അതിതാണ്, ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഫണ്ടില്ലേ AB, അതിൻ്റെ NAV ഇപ്പോൾ എത്രയാ? 1000 അല്ലേ. അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക, 10 ലക്ഷം രൂപ ലംസമായിട്ട് ചെയ്യാൻ വേണ്ടി പോവുക. ഈ മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടാവുകയാണ് എങ്കിൽ ഇതിൻ്റെ NAV 1000 കുറച്ച് താഴേക്ക് വരും. അപ്പോൾ അങ്ങനെ ക്രാഷ് ഉണ്ടാകാനൊരു സാധ്യത ഉണ്ടെന്നെങ്കിൽ നമുക്ക് ലേശം വെയിറ്റ് ചെയ്യാം. അതിപ്പോൾ ഇപ്പം 1000 NAV ഉള്ള ആ ഫണ്ട് കുറച്ചുകൂടെ കുറഞ്ഞ NAVക്ക് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് ബെനിഫിറ്റാണ്. കാരണം എന്താ, കുറച്ചുകൂടെ കൂടുതൽ യൂണിറ്റ് നമ്മുടെ പെട്ടിയിൽ വീഴും. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ആ ഒരു ഫണ്ടിൻ്റെ NAV കുറഞ്ഞു നിൽക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് ഒരു ബുദ്ധിയാണ് എന്നതിൽ സംശയമൊന്നുമില്ല. എന്ന് വിചാരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സെയിം കാറ്റഗറിയിൽപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവയുടെ NAVയെ തമ്മിലല്ല കമ്പയർ ചെയ്യേണ്ടത്, മറിച്ച് NAVയുടെ ഗ്രോത്ത് റേറ്റിനെ തമ്മിലാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.